വയനാട് ഭീതി പരത്തി പലയിടത്തും ഭൂമിക്കടിയിൽ ഉഗ്ര ശബ്ദമുണ്ടായി. അമ്പലവയലിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും മുഴക്കം കേട്ടെന്ന നാട്ടുകാരും രക്ഷാപ്രവർത്തകരും പറയുന്നു. പ്രദേശത്ത് റവന്യൂ വകുപ്പ് പരിശോധന നടത്തുകയാണ്. ആളുകളെ സ്ഥലത്തു നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. സമീപത്തെ സ്കൂളുകൾക്ക് അവധിയും നൽകി. കോഴിക്കോട് കൂടരഞ്ഞിയിലും മുക്കത്തും പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട്. രണ്ട് ഇടിമുഴക്കം പോലെ രണ്ട് ശബ്ദം നല്ല രീതിയിൽ കേട്ടു. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു ഇടിയാന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രദേശവാസികളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീട് കുലുങ്ങി, പാത്രം കുലുങ്ങി. നമ്മൾ പറമ്പിലായതുകൊണ്ടൊന്നും അറിഞ്ഞിട്ടില്ല. ശബ്ദം ഞങ്ങൾ കേട്ട ഈ പടം കൊണ്ടാണ് കേട്ടേ. ഞങ്ങളപ്പം വിചാരിച്ചു ഇടിയായിരിക്കും, കൂനിടിന്ന് പറഞ്ഞു കേൾക്കാം, അതായിരിക്കുന്നത്. പിന്നീടാണ് ഇവിടെ കുലുങ്ങി, ഇവിടെ ഷീറ്റ് അടങ്ങിന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടെ. അപ്പൊ വീടിന്റെ മേലെ രണ്ടാം നിലന്റെ മുകളിൽ നിന്ന് ഒരു കിലുക്ക് കേട്ടു. എന്തോ പൊടിയുന്ന പോലെ ഒരു ഒച്ച കേട്ടു. എന്താണെന്നറിയില്ല. പിന്നെ നോക്കുമ്പോൾ പാത്രം കിലുങ്ങിന്ന് പറഞ്ഞു. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, പ്രായം ചെന്ന അമ്മ മാത്രമേ. അതൊക്കെ ഉരുണ്ടു പോരും. അങ്ങനത്തെ ഉരുണ്ട കല്ലുകൾ, വലിയ പാറകൾ. നോക്കിയാൽ അങ്ങോട്ട് നോക്കിയാൽ കാണാം ആ പാറയൊക്കെ, വലിയ പാറ. അത് അവിടേക്ക് പോയി നോക്കിയാൽ നന്നായിട്ട് കാണാം. കൃത്യമായി ഈ ശബ്ദം കേട്ടിരുന്നു അല്ലേ? ശരിക്കും കേട്ടു. നല്ല സ്വരമാണ് കേട്ടത്. എത്ര മണി? ഏകദേശം ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട്. നേരം പേടിച്ചു പോയോ? പേടിച്ചു പോയി. ആരെങ്കിലും റവന്യൂവിൽ അങ്ങനെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നിരുന്നു? എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പുറം പാടിയാറും ആ ഭാഗത്താണ് ഇതിന്റെ കൂടുതൽ ഉള്ളത്. സ്കൂളൊക്കെ വിട്ടു. അവിടെ ആ ഭാഗത്ത് എല്ലാവരും ഉണ്ട്. എല്ലാ ഓഫീസേഴ്സും ഉണ്ട്. ഇതൊരു ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഭൂമിയിൽ ഉണ്ടാവുന്ന ഒരു ശബ്ദമാണ്, അല്ലാണ്ട് ഇങ്ങനെ ഭൂചലനം അല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്നും പേടിക്കേണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ മേഡം, ഒന്നും പേടിക്കാനില്ല. ആയിക്കോട്ടെ. സംഭവിച്ചതെന്ന് പരിശോധിക്കുന്നുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പരിശോധനയിൽ വന്നിട്ടുള്ള ഭൂചലനമല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയാണ് കിട്ടിയ വിവരം അല്ലേ? നിങ്ങൾക്കും കിട്ടിയ വിവരം അതല്ലേ? എന്തായാലും അതും പരിശോധിക്കാം. എന്തായാലും അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാ നിലയിലും അതിൻ്റെ കാര്യങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ ആധികാരികമായി എന്തെന്ന് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. എന്തായാലും വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയത്തെയും കാണുന്നത്. ഈ പ്രത്യേക സംഭവവും കേന്ദ്ര സംഘത്തെ അറിയിക്കുന്ന സ്ഥിതിയുണ്ടായി. അവരും വരുമ്പോഴാണ് ഇത് നടന്നിട്ടുള്ളതെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിലൊരു ഗൗരവത്തെക്കുറിച്ച് അവർക്കും ശരിയായ അർത്ഥത്തിൽ ബോധ്യമായിട്ടുണ്ട്. പ്രകമ്പനമുണ്ടായെങ്കിലും ഭൂചലനമല്ല ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയും സ്ഥിരീകരിക്കുന്നു. But it is not the natural earthquake. It is not earthquake. It is because of shifting of the land masses on the surface take place, and then sound comes. And it was from the air sound from the air we are listening that. So when the 10-day landslide happened, as a result the land masses becomes weakened. It was become very weak. So land mass is shifting towards the down, and that land masses creates actually trembling sound. And that was the surface land sounds. It is not natural earthquake. Nothing to worry, because there is no record of the earthquake in that zone till today. Okay, and none of the seismograph recorded that. ദീപക് മോഹനും സനിയോ മനോമിയും ശ്രീജിത്തും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ദീപക്കിലേക്ക്. ദീപക്, ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണ്. അവിടെ നിന്ന് വീണ്ടും ഇത്തരത്തിലൊരു ശബ്ദമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു ആശങ്കയുണ്ടാകുമല്ലോ. പ്രദേശവാസികൾ പറയുന്നത് എന്താണ്? പത്തരയോടുകൂടിയാണ് ശബ്ദം കേട്ടതെന്ന്, ഉഗ്ര ശബ്ദം കേട്ടതെന്ന് അവിടെയുള്ളവർ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഭൂചലനമല്ല എന്ന് സ്ഥിരീകരിക്കുമ്പോഴും എന്താണ് ഈ ശബ്ദം ഉണ്ടാകാനുള്ള കാരണം എന്നതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ? അധികൃതർ നൽകുന്ന വിവരം എന്താണ്? വിനീത, അല്പം മുൻപാണ് സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ നമ്മളോട് പ്രതികരിച്ചത്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്നാണ് പറയുന്നത്. കാരണം ഈ ഉരുൾപൊട്ടലിന് ശേഷം ഉണ്ടാകുന്ന ഒരുതരം ഇത്തരത്തിലുള്ള പ്രതിഭാസമാണ് എന്ന് നേരത്തെ തന്നെ ജിയോളജി വകുപ്പ് അവർക്ക് വിവരം നൽകിയിരുന്നു. ഇപ്പോൾ കൽപ്പറ്റ കലക്ടറേറ്റിൽ മന്ത്രിതല സംഘം ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷം ഈ ഭാഗത്ത് പരിശോധന നടത്തും. ചേച്ചി, ഈ വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ ആളുകൾ. ഇപ്പോൾ എന്താണ് ഇപ്പൊ നേരത്തെ ശബ്ദം കേട്ടു, ഇപ്പൊ ആളുകളെയൊക്കെ മാറ്റി ആളുകളുടെ ആശങ്ക അകറ്റുന്ന രീതിയിലേക്ക് ഇടപെടലൊക്കെ നടത്തിയോ? നേരത്തെ ഒരു സൗണ്ട് കേട്ടതും ഒരു ജർക്കിംഗ് ഉണ്ടായതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്കൊന്നും കാണാനും സാധിക്കും. ഞങ്ങളെല്ലാ വീടുകളും സൗണ്ട് കേട്ടു എന്ന് പറയുന്ന ഭാഗത്തൊക്കെ ഞാനും വില്ലേജ് ഓഫീസർ നേരിട്ട് പോയതാണ്. അവിടെ ഞങ്ങൾക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവിടെ സൗണ്ട് കേട്ടു എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. വലിയൊരു സൗണ്ടാണ് കേട്ടതെന്ന് പറയുന്നു. ആ ജർക്കിംഗ് ഈ എടക്കൽ ഭാഗത്തേക്ക് അടക്കം ചെറുതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത്രേ ഇവിടെ നടന്നിട്ടുള്ളൂ. അല്ലാതെ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ നേരത്തെ നമ്മൾ സംസാരിച്ച സമയത്ത് അവർ വലിയ ശബ്ദം കേട്ടിരുന്നു, പാത്രങ്ങളൊക്കെ കുലുങ്ങുന്ന ഒരു രീതിയിലൊക്കെ കേട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരോടൊക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരുടെ ആശങ്ക അകറ്റിയോ?
എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള അനുഭവമാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പും വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടിയിട്ടില്ല, ആരോ എന്നോട് പറഞ്ഞിട്ടുമില്ല. ചൂരൽമല മുണ്ടക്കൈ ഈ ദുരന്തങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പെട്ടെന്ന് ആളുകൾ പരിഭ്രാന്തരാവുന്ന അവസ്ഥയാണ്. അപ്പോൾ അവരുടെ ആശങ്ക അകറ്റാൻ, അതായത് ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഞങ്ങളോട് വിളിച്ച് ചോദിച്ച ആളുകളോടൊക്കെ ഞങ്ങൾ പറഞ്ഞത്, ആശങ്കയുള്ള ആളുകൾ സുരക്ഷിതമെന്ന് തോന്നുന്ന ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവും ഇല്ല എന്നാണ് വിളിച്ച് ചോദിക്കുന്ന എല്ലാ ആളുകളോടും ഞങ്ങൾ പറഞ്ഞു. വാർഡ് മെമ്പറാണ്? അതെ, ഇവിടുത്തെ വാർഡ് മെമ്പർ യശോദ ബാലകൃഷ്ണൻ. വിനീത, അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിലെ ഈ അമ്പുകുത്തി പ്രദേശത്തെ വാർഡ് മെമ്പറാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. നിലവിൽ വാർഡ് മെമ്പറും വില്ലേജ് അധികൃതരും എല്ലാം ചേർന്ന ഈ വാർഡിലെ നിരവധി വീടുകളിൽ എല്ലാം തന്നെ പരിശോധന നടത്തി. ഇത്തരത്തിൽ വലിയ പ്രകമ്പനമുണ്ടായി എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ള വീടുകളിലുള്ള ആളുകളുമായി അവർ സംസാരിച്ചു. ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആശങ്കയുള്ള ആളുകളെ അവരെ സുരക്ഷിതരായി മാറ്റി താമസിപ്പിക്കാനുള്ള കാര്യങ്ങളും ഇവർ ഇവിടെ എടുത്തിട്ടുണ്ട്. നിലവിൽ അമ്പലവയൽ ഹൈസ്കൂളിൽ ഒരു ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ആശങ്കയുള്ള ആളുകളെ മാറ്റാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. വിനീത.